ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ വലിയ ഒരു ആത്മവിശ്വാസമാണ് കാണുന്നത്. തങ്ങൾ വിജയിക്കും, തങ്ങൾ അധികാരത്തിൽ വരും, ജെ ഡി യുവിനും ബി ജെ പിക്കും എൽ ജെ പിക്കുമെല്ലാം വലിയ രീതിയിൽ ഭൂരിപക്ഷം കിട്ടും, അവർ മത്സരിക്കുന്ന സീറ്റുകളിൽ പകുതിയിലധികവും വിജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം. അപ്പോൾ ഇതിന് സമാനമായ ഒരു വിശ്വാസം തന്നെ നാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പലതവണ പറഞ്ഞിരുന്നു തങ്ങൾക്ക് 400 സീറ്റോടുകൂടി തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയും, അത് 303 നിന്നും അത് 400ലേക്ക് വർദ്ധിക്കും, ബി ജെ പിക്ക് മാത്രം 370 സീറ്റ് ലഭിക്കുമെന്ന ആത്മവിശ്വാസവുമായി ഇറങ്ങി. അത് ആത്മവിശ്വാസമല്ല, അമിത ആത്മവിശ്വാസമാണെന്ന് പിന്നീട് നാം കണ്ടു. അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും കാണുന്നത്. 2024 ആ പരാജയത്തിനു ശേഷം, പരാജയം എന്ന് പറഞ്ഞാൽ 2014 ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അടുത്ത 2019 കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ 2024 വരുമ്പോൾ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകുകയാണ് ചെയ്തത്. അപ്പോൾ അമിത ആത്മവിശ്വാസം മൂലം അവിടെ ഒരു പരാജയം സംഭവിച്ചു. അങ്ങനെ ഒരു പരാജയം തന്നെ ആയിരിക്കുമോ ബീഹാറിലും സംഭവിക്കുക എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അമിത ആത്മവിശ്വാസം എപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിസന്ധി ഉണ്ടായ പശ്ചാത്തലത്തിൽ നോക്കൂ, ഹരിയാനയിൽ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം ബി ജെ പി പ്രകടിപ്പിച്ചില്ല. നരേന്ദ്രമോദി പോലും എത്ര തവണ ബീഹാറിൽ ഹരിയാനയിൽ പ്രചരണത്തിന് പോയി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞില്ലേ അവിടെ ബി ജെ പി പ്രതിസന്ധിയിലാണ്, നരേന്ദ്രമോദിക്ക് തന്നെ ഉറപ്പുണ്ട് അവിടെ ഹരിയാനയിൽ പരാജയം സംഭവിക്കും, അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഹരിയാനയിലേക്ക് കടന്നു വരാത്തതെന്ന് അവർ ചൂണ്ടിക്കാട്ടിയില്ലേ. അപ്പോൾ അവിടെ അമിത ആത്മവിശ്വാസമില്ല. കൃത്യമായി തന്നെ അവരുടെ സംഘടനയും RSSും എല്ലാം കൃത്യമായി പ്രവർത്തിച്ച് ഹരിയാനയിൽ വലിയ വിജയം കൊയ്തു. അതോടൊപ്പം തന്നെ കോൺഗ്രസിലുണ്ടായ പ്രതിസന്ധി, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും അവിടെ കൃത്യമായി മുതലാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണവുമായെല്ലാം മണ്ടൻ കണക്കുകളുമായി വരുന്നു. ഒരു വീട്ടിൽ 56 വോട്ടുണ്ടെന്ന്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ അവിടെ പോയപ്പോൾ വലിയ കൂട്ടുകുടുംബമായി താമസിക്കുന്ന ഒരു വീട്ടിലാണ്, അവിടെ 56 കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരേന്ത്യയിലെ വീടുകളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചും കൂട്ടുകുടുംബങ്ങളെക്കുറിച്ചും കൃത്യമായി ധാരണയില്ലാത്ത രാഹുൽ ഗാന്ധി ഇത്തരം നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആരോപണങ്ങൾ അദ്ദേഹം ഒരു ഭാഗത്ത് ഉന്നയിക്കട്ടെ. അടുത്ത നാം മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ മഹാരാഷ്ട്രയിലും അങ്ങനെയാണ്. ബി ജെ പി അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചില്ല. കൃത്യമായി RSSന്റെ നേതൃത്വത്തിൽ മാസങ്ങളെടുത്ത് തന്നെ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തി വലിയ ചരിത്ര വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെയും അമിതമായ ഒരു ആത്മവിശ്വാസം കണ്ടില്ല. പിന്നീട് ഡൽഹിയിൽ അമിതമായ ആത്മവിശ്വാസം അവിടെ പ്രകടിപ്പിച്ചത് ആരാണ്? AAP ആണ്. ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കും, അതോടൊപ്പം തന്നെ കെജ്രിവാളിനെ ജയിലിലടച്ച ആ ഫാസിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ വലിയ വെല്ലുവിളിയുമായി വന്നു. അങ്ങനെ സ്വന്തം സർക്കാർ തന്നെ താഴെ വീഴുന്നത് കണ്ടു. അവിടെയും ബി ജെ പിക്ക് ആത്മവിശ്വാസം ഇല്ലായിരുന്നു. ഈ 3 തെരഞ്ഞെടുപ്പുകൾ അവർ ആത്മവിശ്വാസം മാറ്റിവെച്ച് കൃത്യമായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. പക്ഷെ ബീഹാറിൽ അങ്ങനെയല്ല, വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഈ സർക്കാരിന് തിരിച്ചടിയാകുമോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനെ നമുക്ക് തള്ളിക്കളയാം. അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ നേതാവ് തന്നെ തോക്കാനായി ജനിച്ചവനാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, തോക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, തോക്കുക. കാരണം ആ കുടുംബത്തിന്റെ കുത്തകയായി വച്ചിരുന്ന അമേഠിയിൽ പോലും ഇദ്ദേഹത്തിന് ഇന്ന് മത്സരിക്കാൻ കഴിയുന്നില്ലല്ലോ. പേടിച്ചോടിയില്ലേ വയനാട്ടിലേക്ക്. അങ്ങനെ ഒരു നേതാവാണ്. അപ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ 61 സീറ്റിലുണ്ട്. അപ്പോൾ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ഒരു 20-ൽ താഴെ സീറ്റാണ്. കഴിഞ്ഞ തവണ അത് 71 സീറ്റിലധികം മത്സരിച്ചു, അവർക്ക് കിട്ടിയതോ വെറും 19 സീറ്റാണ്. അപ്പോൾ കൂടെ ഉള്ളവരെ കൂടി പരാജയപ്പെടുത്താൻ കഴിവുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അത് അദ്ദേഹത്തിന്റെ വലിയ ക്രെഡിറ്റായി തന്നെ അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട്. നാം ഈ RJDയിലേക്കും അതോടൊപ്പം തന്നെ VIP പാർട്ടിയിലേക്കുമെല്ലാം വന്നാൽ അവർ, അതോടൊപ്പം തന്നെ CPML, അവരെല്ലാം ഓരോ വർഷവും അവരുടെ സംഘടനാ സംവിധാനം വർദ്ധിപ്പിച്ചു വരുന്നവരാണ്. അപ്പോൾ ആ വർദ്ധിപ്പിച്ചു വന്ന് ഈ 3 പാർട്ടികൾക്കും മിന്നും വിജയം കൊയ്യാൻ സാധിച്ചാൽ, അവർ ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ RJD, തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ അവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീടുള്ള പാർട്ടി VIP,
മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള നേതാവിനെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ RJD പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPML, CPI, CPM അടക്കമുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഓരോ തിരഞ്ഞെടുപ്പുകളിലും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPML അവർ ഈ പിന്നോക്ക മേഖലയിൽ സാധാരണക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 പാർട്ടികളും ചേർന്നാൽ തന്നെ അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കും. പക്ഷേ ഇപ്പോൾ പിന്നീട് ഇവർക്ക് പറ്റുന്ന പ്രധാന തെറ്റ്, ഈ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കാത്തത് ഈ കോൺഗ്രസിനാണ്. എന്തിനാണ് കോൺഗ്രസിന് ഇത്രയും അധികം സീറ്റ് നൽകിയതെന്നാണ് പലരും ചോദ്യം ഉന്നയിക്കുന്നത്. കാരണം ആ പാർട്ടി പരാജയപ്പെടാനുള്ള പാർട്ടിയാണ്. അദ്ദേഹത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആളില്ല. പ്രവർത്തിക്കുന്ന നേതാക്കൾ തമ്മിൽ കൂട്ടയടിയാണ്. ഹരിയാനയിലെ പരാജയത്തിന് കാരണം എന്താണ്? അത് വോട്ട് ചോരിയോ കള്ള വോട്ടോ ഒന്നുമല്ല. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കോൺഗ്രസിന് മിന്നും വിജയമുണ്ടായി. ആ മിന്നും വിജയം ഉണ്ടായതിനു ശേഷം തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതീക്ഷിച്ചു ഞങ്ങൾ അധികാരത്തിൽ വരും, അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് വേണമെന്നൊരു അടിയായി. BJP ഈ അടി നടക്കുന്നതിനിടയിൽ BJP പ്രവർത്തിക്കുകയും ചെയ്തു. അവിടെയാണെങ്കിൽ പ്രവർത്തനമില്ല, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അടി. അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ആ രീതിയിലേ നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയമുണ്ടായപ്പോൾ അതുമുതൽ അടി തുടങ്ങി. ഇവിടെ വോട്ട് ചോരിയാണോ? ഒന്നുമല്ല. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തമ്മിലടിയാണ്. രമേശ് ചെന്നിത്തലയും VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, സുധാകരൻ അടക്കമുള്ള 1 ഡസനിലധികം നേതാക്കൾ അടിക്കുകയാണ്. ഈ അടിയുടെ ഇടയിൽ CPM-ഉം BJP-യും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതല്ലേ ഹരിയാനയിൽ സംഭവിച്ചത്? അപ്പോൾ പരാജയം ഉണ്ടാകുമ്പോൾ മണ്ടത്തരം വിളിച്ചു പറയുക എന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു രീതിയായി മാറി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് എന്തിനാണ് ഇത്രയും സീറ്റ് നൽകുന്നത്? അവർക്കൊരു 20-10 സീറ്റുകൾ നൽകിയിട്ട് ബാക്കിയുള്ള സീറ്റുകളിൽ RJD മത്സരിക്കുകയാണെങ്കിൽ അത് ഉറപ്പായി തന്നെ ഒരു RJD സഖ്യം അവിടെ അധികാരത്തിൽ വരുമായിരുന്നു. അത് എന്തുകൊണ്ടാണ് RJD അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് എന്നാണ് സംശയം. അവർ ദേശീയ തലത്തിൽ ഇനി നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരുമ്പോൾ സുപ്രധാന പദവികൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ആ പ്രതീക്ഷകൾ നിങ്ങൾ ഉപേക്ഷിക്കണം. ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആത്മവിശ്വാസത്തിന്റെ ഫലമായി BJPക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അല്ലാതെ ആത്മവിശ്വാസം BJP കൃത്യമായ അടിത്തറയിൽ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഭരണം ലഭിക്കാനുള്ള സാധ്യതയില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയാൽ വരും കാലങ്ങളിൽ നിങ്ങൾ ചുരുക്കിയാൽ മാത്രമേ RJDക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് നാം ഏത് സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഈ കോൺഗ്രസ് പാർട്ടിയെ പരിഗണിക്കാതെ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇവർക്ക് ആ സഖ്യകക്ഷികൾക്ക് ജയിക്കാൻ കഴിയുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീർ പരിശോധിച്ച് നോക്കൂ, ജാർഖണ്ഡ്, ഈ ഇടങ്ങളിലൊന്നും കോൺഗ്രസിനെ അവർ പരിഗണിക്കാറില്ല. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് പരിഗണന അവർ നൽകാറില്ല. അവർ സ്വന്തം തീരുമാനപ്രകാരം മുന്നോട്ട് പോകും. പിന്നീട് ഏതെങ്കിലും കുറച്ച് സീറ്റുകൾ നൽകും. അത് വിജയിപ്പിക്കുന്നത് ആരാണ്? ഈ കൂടെ നിൽക്കുന്ന പാർട്ടികളാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ DMK പ്രവർത്തകർ ഇറങ്ങി വർക്ക് ചെയ്യും. ജാർഖണ്ഡിലാണെങ്കിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ പ്രവർത്തകർ ഇറങ്ങി വർക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പ്രാദേശികമായ പാർട്ടി പ്രവർത്തകരാണ് ഇറങ്ങുന്നത്. അല്ല കോൺഗ്രസ് പ്രവർത്തകർ അത് കേരളത്തിലായാലും ജമ്മു കാശ്മീരിലായാലും ഗുജറാത്തിലായാലും ഇങ്ങ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും ഒരുപോലെയാണ്. ഇവർക്ക് പ്രവർത്തിക്കണമെന്നൊന്നും താല്പര്യമില്ല. ആരെങ്കിലും പ്രവർത്തിച്ച് കേരളത്തിലാണെങ്കിൽ നാം കൃത്യമായി ഇത് മനസ്സിലാക്കണമെങ്കിൽ മലബാർ മേഖലയിൽ പോകണം. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിക്കും, വിജയിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കും. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ ഖദർ ധരിച്ച് ഇറങ്ങും, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പ്രവർത്തിക്കും, അണികൾ പ്രവർത്തിക്കും. ഇവിടെ വിജയം ഇവർക്ക് അവകാശപ്പെട്ടതാണ്. അതല്ലേ നാം നിലമ്പൂരിൽ കണ്ടത്, അതല്ലേ നാം പാലക്കാട് കണ്ടത്. പാലക്കാട് നിലമ്പൂർ സംഭവിച്ചത് എന്താണ്? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇറങ്ങി വർക്ക് ചെയ്തു, അതുകൊണ്ട് അവർക്ക് വിജയമുണ്ടായി. എന്തായാലും ബീഹാറിൽ BJP വളരെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.